ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് സാക്ഷ്യം വഹിച്ചേക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം തുടങ്ങിയതിൽ ഏറ്റവും വലിയ ഫിസിക്കൽ അസോൾട്ട് ആണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. ഷാനവാസിനെ നെവിൻ ഒരൊറ്റ കൈ കൊണ്ട് ഒരൊറ്റ പുഷാണ്, നെഞ്ചിൽ ഒരൊറ്റ തള്ളു തള്ളി ഷാനവാസ് വന്ന് കമ്മുന്നടിച്ചു വീഴുന്നു, മുട്ടു പിടിച്ചിട്ടാണ് വന്ന് കമ്മുന്നടിച്ചു വീഴുന്നു. ഷാനവാസിന്റെ ബ്രത്ത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി അറിയാലോ, ഷാനവാസ് ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് ഇതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്, അതിനുശേഷം സർജറി ചെയ്തിട്ടുള്ളതാണ്. സോ എത്ര ഡിഫിക്കൽട്ടി ആയിട്ടാണ് ഷാനവാസ് എന്തോരം മെഡിസിൻ ആണ് കഴിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത്ര എൻ്റെ അമ്മയും ഷാനവാസ് അതിനുശേഷം ഇങ്ങനെ കടന്ന് ഇത് ബ്രത്ത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉടനെ ഓൺ സ്പോട്ട് എല്ലാവരും കൂടി ചേർന്ന് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഡോക്ടേഴ്സ് വരാൻ നോക്കുന്നു. ആകെ പൂക ജഗബോഗ. ഇത് വീക്കെൻഡിൽ എത്തിയിട്ടൊന്നും പുറത്താക്കേണ്ട ഒരു കേസൊന്നുമില്ല. ഓൺ സ്പോട്ട് പുറത്താക്കണം. അവരെ പിടിച്ച് വല്ല മെന്റൽ ആശുപത്രിയിലോ മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കേസും ഫയൽ ചെയ്ത് അകത്താക്കുകയാണ് വേണ്ടത്. അത്ര ചേറ്റത്തരമാണ് നിവിൻ ഇന്ന് കാണിച്ചേക്കുന്നത്. എന്താണ് ഞാൻ പറയാം. ആദ്യം രാവിലെ ക്ഷമിക്കണം എന്തെങ്കിലും എക്സ്ട്രാ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ, രാവിലെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് അവർ കുക്ക് ചെയ്യാനായിട്ട് കയറുന്നു. അതായത് അക്ബറും നെവിനും ആര്യനും കുക്ക് ചെയ്യാനായിട്ട് കയറുന്നു. അപ്പോൾ ഒരു പാത്രം കഴുകിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. പാത്രമൊക്കെ നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്, അതിന്റെ അകത്തുള്ള സെറാമിക്ക് പോയിരിക്കുന്നതാണ് സംഭവം. പക്ഷെ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാകത്തില്ല. അപ്പം നൂറിൻ ടീം വരും വന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അടി തുടങ്ങുന്നു. ഇത് തുടങ്ങുമ്പോൾ അനുവായിട്ടാണ് ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരെല്ലാം പിടിക്കുന്നത്. ഇതിനിടയിൽ ഷാനവാസം വന്ന് പറയുന്നു. ഇതിനിടയിൽ ഇവരെല്ലാവരും ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാൻ നോക്കുന്നു. ഇവരാരും കുക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കാതിരിക്കാൻ നെവിൻ ടീമാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഫ്രിഡ്ജിലുള്ള എൻറ്റയർ സാധനങ്ങൾ മാറ്റാൻ നോക്കുന്നു. ഇതിനിടയിൽ നെവിൻ 2 പാക്കറ്റ് മിൽക്ക് എടുത്ത്, മറ്റേ പാക്കറ്റ് ആണല്ലോ ഇത്, രണ്ടും എടുത്ത് ഇവിടെ 2 ഹോൾഡിൽ, നമ്മൾ പ്രൊമോയിൽ കണ്ടില്ലേ, ഈ 2 ഹോൾഡിൽ ഇവിടെ വെച്ചേക്കുവാണ്. ഇത് ഷാനവാസ് പിടിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ അടപ്പ് പൊട്ടി പാല് വെളിയിലേക്ക് വരുന്നു. ഇത് പാല് വെളിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഷാനവാസുവിനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കയ്യാങ്കളി ഉണ്ടാവുന്നു. അതിനുശേഷം ഈ പാല് മൊത്തം എടുത്ത് ഷാനവാസിന്റെ മുകളിലോട്ട് എടുത്ത് കുടഞ്ഞു മൊത്തം എടുത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് ഷാനവാസ് ഇത് ചെയ്യുന്നു. വീണ്ടും പുഷിങ്ങിലേക്ക് വരുമ്പോഴാണ് ഒരു ഒറ്റ തള്ള് നെവിൻ തള്ളുന്നത്. തള്ളെന്ന് പറഞ്ഞാൽ ഓൺ സ്പോട്ട് വീണ് ആ മനുഷ്യൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും. എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് എനിക്ക് അത്ര ആലോചന വരുന്നല്ലോ. അപ്പോഴേ കമ്മിന്നടിച്ചു എന്ന് വീണ്, മുട്ടിടിച്ചു എന്ന് ഷാനവാസ് ഒന്ന് വീഴുക. അങ്ങനെ എല്ലാവരും ഓടിക്കൂടുന്നു. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ മനുഷ്യൻ കിടന്ന് ഇങ്ങനെ ബ്രത്തിന് വേണ്ടിയിട്ട് ശ്വാസം കിട്ടാതെ കിടന്ന് ഇങ്ങനെ വലിക്കുന്നതും വെള്ളം കുടിക്കാനൊന്നും വെള്ളമൊന്നും ഇറങ്ങുന്നില്ല. എല്ലാവരും വന്ന് വെള്ളം കൊടുക്കാൻ നോക്കുന്നുണ്ട്, വെള്ളം ഇറങ്ങുന്നില്ല. ഇതൊക്കെ ഈ ആര്യനും അക്ബറും കൂടെ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിനിടയിൽ നെവിൻ പറയുന്ന ആക്ടിങ് ആണ് എന്നെ പുറത്താക്കാനുള്ള ആക്ടിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ഇത്രയും മനസ്സിൽ പറ്റില്ലാത്ത, ഇത്രയും ഹൃദയമില്ലാത്തവന്മാരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബാഡായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസും അക്ബറും അവിടെ സൈഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ ഷാനവാസിനെ പൊക്കി കൺഫെഷൻ റൂമിലേക്ക് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് അവിടെ നല്ലതാണ്. ഇവരെ പൊക്കാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ ഉടനെ ചെന്നിട്ട് നെവിൻ പറയാണ്, ഇവരെ ആര് കൊണ്ടുപോകണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ക്യാപ്റ്റന്മാരാണ് തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യൻ അവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ, ഒരു മനുഷ്യൻ അവിടെ ജീവന് വേണ്ടി സർവൈവ് ചെയ്യുമ്പോഴത്തേക്ക് പറയണം ക്യാപ്റ്റനാണ് തീരുമാനിക്കേണ്ടത്, കൺഫെഷൻ റൂമിലോട്ടൊക്കെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെർസെൻറ്റേജ് മനുഷ്യനെന്ന് പറയാനുള്ള ഒരു യോഗ്യതയും ഈ നെവിനില്ല. ഉടനെ അപ്പം അക്ബറും ആര്യനും കൂടെ വന്ന് എടുത്ത് പൊക്കാനായിട്ട് നോക്കുന്നു. അപ്പോഴത്തേക്ക് ഉടനെ ആര് പറയുന്നത്, നിങ്ങൾ ആരും എടുക്കണ്ട, മതി, നിങ്ങൾ ആരും എടുത്തിട്ട് എന്തുവാണ് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പിന്നെ കത്തി ഊരി മഹാമാന്യരാവാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിനിടെ പൊട്ടിത്തെറിക്കുന്നു. അനുവിനെ ഈ ആര്യം പിടിച്ച് ഒരൊറ്റ തള്ളു. അടുത്ത ഫിസിക്കൽ അസോൾട്ടാണ്. അനുവിനെ പിടിച്ച് ഒരൊറ്റ തള്ളു. അനു ഇങ്ങനെ ബാക്കിലേക്ക് തെറിച്ചു പോകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മളൊന്ന് ആലോചിക്ക്. ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സീസണിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്? ഇത്തരം പ്രശ്നങ്ങളാണ് ബിഗ് ബോസിൽ നടന്നത്. അവസാനം ആദിലയും ടീമും അനീഷും എല്ലാവരും കൂടെ ആയിട്ട് കൊണ്ടുപോയി കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്ന് ഡോക്ടേഴ്സ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഫിസിക്കലി ഏതൊക്കെ പ്രശ്നം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ, അതൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും നെവിനെ എന്തായാലും പുറത്താക്കും എന്നുള്ളത് ഷുവറാണ്. പക്ഷെ ഞാൻ പറയുന്നത് വീക്കെൻഡിലല്ല നെവിനെ പുറത്താക്കേണ്ടത് ഇന്ന് ഈ നിമിഷം. കാരണം ആ വീട്ടിലുള്ളവർ സേഫ് അല്ല. 100% ആ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള ആക്ട് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിൽക്കാൻ അവിടെ ആരും സേഫ് അല്ല. ആരുടെ ജീവൻ വേണമെങ്കിൽ ഏത് നിമിഷം അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് നെവിൻ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സോ സെയിം ടൈം നെവിനെ പുറത്താക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. പക്ഷെ ചെയ്യത്തില്ല എന്നുള്ളത് 100% ആണ്. വീക്കെൻഡ് വരെ കൊണ്ടുപോകും. കാരണം ചാനൽ റേറ്റിംഗ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്.
സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.